ഹലോ കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും സാഹസികമായ ഒരു യാത്രയെക്കുറിച്ചാണ്. 1977-ൽ ഭൂമിയിൽ നിന്നും വിക്ഷേപിച്ച വോയേജർ എന്ന പേടകങ്ങളുടെ കഥയാണിത്. കൃത്യമായി പറഞ്ഞാൽ 1977 ഓഗസ്റ്റ് 20-ന് വോയേജർ 2-ഉം സെപ്റ്റംബർ 5-ന് വോയേജർ 1-ഉമാണ് വിക്ഷേപിക്കപ്പെട്ടത്. രണ്ടാമത് വിക്ഷേപിച്ച പേടകത്തിന് വോയേജർ 1 എന്ന് പേര് വരാൻ കാരണം അത് വോയേജർ 2 വിനേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നതുകൊണ്ടായിരുന്നു. നമ്മുടെ സൗരയൂഥത്തിലെ ഭീമൻ ഗ്രഹങ്ങളായ വ്യാഴം, ശനി എന്നിവയെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. എന്നാൽ ഭാഗ്യവശാൽ ഗ്രഹങ്ങളുടെ ഒരു പ്രത്യേക വിന്യാസം കാരണം വോയേജർ 2 വിന് യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളിലേക്ക് കൂടി യാത്ര തുടരാൻ സാധിച്ചു. ഏകദേശം 722 കിലോഗ്രാം ഭാരമുള്ള ഈ പേടകങ്ങൾ വിക്ഷേപിച്ചത് ഫ്ലോറിഡയിലെ കേപ്പ് കനാവറലിൽ നിന്നായിരുന്നു. ഈ ദൗത്യം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, ഭൂമിക്ക് പുറത്തുള്ള ലോകത്തെക്കുറിച്ച് അറിയാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത കൗതുകമായിരുന്നു അതിനു പിന്നിൽ. ഗ്രഹങ്ങളുടെ അന്തരീക്ഷം, ഉപഗ്രഹങ്ങൾ, വശ്യമായ വളയങ്ങൾ എന്നിവയുടെയൊക്കെ ഏറ്റവും അടുത്തുള്ള ചിത്രങ്ങൾ നമുക്ക് ആദ്യമായി ലഭിച്ചത് വോയേജറിലൂടെയാണ്. വ്യാഴത്തിലെ ചുവന്ന പൊട്ടും ശനിയുടെ വളയങ്ങളിലെ വിള്ളലുകളും ഒക്കെ ഈ പേടകങ്ങൾ നമുക്ക് കാട്ടിത്തന്നു. വെറുമൊരു ശാസ്ത്ര പര്യവേഷണം എന്നതിലുപരി എന്നെങ്കിലും ഈ പേടകം പ്രപഞ്ചത്തിലെ ഏതെങ്കിലും അന്യഗ്രഹ ജീവികളുടെയോ ഒരു പരദേശി നാഗരികതയുടെയോ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഭൂമിയെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗോൾഡൻ റെക്കോർഡ് അഥവാ സ്വർണ്ണ ഡിസ്ക് ഇതിൽ നാസ കരുതിയിട്ടുണ്ട്. കോപ്പർ കൊണ്ട് നിർമ്മിച്ച് സ്വർണം പൂശിയ ഈ ഡിസ്കിൽ ഭൂമിയിലെ വിവിധ ശബ്ദങ്ങളും ചിത്രങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. കടലിന്റെ ഇരമ്പൽ, കാറ്റിന്റെ ശബ്ദം, പക്ഷികളുടെയും മൃഗങ്ങളുടെയും കരച്ചിൽ, ട്രെയിനിന്റെയും കാറുകളുടെയും ശബ്ദങ്ങൾ, അമ്മ കുഞ്ഞിന് നൽകുന്ന ചുംബനത്തിന്റെ ശബ്ദം, കൂടാതെ ലോകത്തെ പ്രശസ്തമായ പല സംഗീതങ്ങളും ഇതിലുണ്ട്. ഏറ്റവും അഭിമാനകരമായ കാര്യം എന്തെന്നാൽ ഈ ഡിസ്കിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട 55 ഭാഷകളിലുള്ള ആശംസകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ സ്വന്തം മലയാള ഭാഷയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമസ്കാരം. മലയാളം സംസാരിക്കുന്ന ജനങ്ങളുടെ വകയായി എല്ലാ പ്രപഞ്ച നിവാസികൾക്കും ഞങ്ങളുടെ ആശംസകൾ എന്നാണ് ആ ഡിസ്കിൽ വളരെ വ്യക്തമായി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മലപ്പുറത്തും നിലമ്പൂരുമൊക്കെ സംസാരിക്കുന്ന ഈ മലയാളം ഇന്ന് ഭൂമിയുടെ അതിരുകളും കടന്ന് പ്രപഞ്ചത്തിന്റെ ഏതോ കോണിൽ വോയേജറിനൊപ്പം സഞ്ചരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു പ്രത്യേക സന്തോഷമാണ്. ഇന്ന് വോയേജർ എവിടെയാണ് എന്നറിയാമോ? വിക്ഷേപിച്ച് 48 വർഷങ്ങൾ പിന്നിടുമ്പോൾ വോയേജർ 1 ഭൂമിയിൽ നിന്ന് ഏകദേശം 24 ബില്യൺ കിലോമീറ്ററിലധികം ദൂരെ എത്തിക്കഴിഞ്ഞു. അതായത് പ്രകാശത്തിന് പോലും അവിടെ എത്തിക്കാൻ 22 മണിക്കൂറിലധികം സമയം വേണം. നിലവിൽ ഇന്റർസ്റ്റെല്ലാർ സ്പേസ് അഥവാ നക്ഷത്രങ്ങൾക്കിടയിലുള്ള ശൂന്യതയിലാണ് ഇവയുടെ സ്ഥാനം. ഇത്രയും കാലം കഴിഞ്ഞിട്ടും അവിടെ നിന്നുള്ള സിഗ്നലുകൾ ഭൂമിയിലെത്തുന്നു എന്നത് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. വോയേജറിലെ കമ്പ്യൂട്ടറുകൾക്ക് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ മൊബൈൽ ഫോണിന്റെ അത്ര പോലും സ്മൃതിശേഷിയില്ല എന്നുകൂടി ഓർക്കണം. നിലവിലെ അവസ്ഥ പരിശോധിച്ചാൽ വോയേജറിലെ ഊർജ്ജ സ്രോതസ്സായ പ്ലൂട്ടോണിയം ബാറ്ററികൾ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വോയേജർ 1 ചില സാങ്കേതിക തകരാറുകൾ കാണിച്ചിരുന്നു. അർത്ഥശൂന്യമായ കോഡുകളായിരുന്നു അത് അയച്ചിരുന്നത്. എന്നാൽ നാസയിലെ വിദഗ്ധർ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ആ മെഷീനെ ഭൂമിയിലിരുന്ന് തന്നെ ശരിയാക്കിയെടുത്തു എന്നത് വലിയൊരു വിജയമാണ്. ഓരോ വർഷം കഴിയുന്തോറും ഇതിലെ ഓരോ ഉപകരണങ്ങളും ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2030 ഇതിൽ നിന്നുള്ള സിഗ്നലുകൾ പൂർണ്ണമായും നിലച്ചേക്കാം. എങ്കിലും എഞ്ചിനുകൾ ഓഫായാലും സിഗ്നലുകൾ നിലച്ചാലും ഈ പേടകങ്ങൾ പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് തങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും. മനുഷ്യൻ എന്ന വർഗത്തിന്റെ അടയാളമായി നമ്മുടെ മലയാളത്തിന്റെ ശബ്ദവുമായി അനന്തമായ ശൂന്യാകാശത്ത് വോയേജർ എന്നെന്നും നിലനിൽക്കും.